സംഘപരിവാർ ബന്ധമുള്ളവർക്ക് മാത്രം ഇടം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് എം.എൽ.എ. ചാണ്ടി ഉമ്മൻ ഉൾപ്പെട്ടതിൽ വെട്ടിലായി കോൺഗ്രസ്. ആദ്യമായാണ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടുന്നത്. 63-അംഗ പാനലിൽ 19-ാമതാണ് ചാണ്ടി ഉമ്മൻ എം.എൽ.എയുടെ പേര്. ഇന്നലെ കൈരളി ന്യൂസാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വളരെ വലിയ തോതിൽ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നു, പ്രതിക്കൂട്ടിലായിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ചാണ്ടി ഉമ്മൻ തന്നെ ഇതേക്കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. പാർട്ടി ഇത് പരിശോധിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വവും കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഈ ബന്ധത്തെ ഏത് നിലയിൽ വിലയിരുത്തുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. ഇന്നലെ വൈകുന്നേരം സാലി മുഹമ്മദാണ് ഈ വാർത്ത കൈരളി ബിഗ് ബ്രേക്കിംഗ് ആയി തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. രേഖകൾ സഹിതമായിരുന്നു സാലി നമ്മൾ ആ വാർത്ത അവതരിപ്പിച്ചത്. അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പേരായി ചാണ്ടി ഉമ്മൻ്റെ പേര് വരികയായിരുന്നു. സാലി ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ അഭിഭാഷക ചുമതലകൾ അത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ NDA സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക്, ആ സംഘപരിവാർ ബന്ധമുള്ളവർക്ക് മാത്രം നൽകുന്ന ഒന്നാണോ? അവിടെയാണോ കോൺഗ്രസ് MLA ഉമ്മൻചാണ്ടിയുടെ മകൻ ഇടം പിടിച്ചിട്ടുള്ളത്? ശരത്ത്, തീർച്ചയായും നമുക്ക് അറിയാവുന്നത് തന്നെയാണ് ആ കാര്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ അഭിഭാഷകരായി സുപ്രീം കോടതി മുതൽ കീഴ്ക്കോടതികൾ വരെ ആളുകളെ അഭിഭാഷകരെ നിയോഗിക്കുമ്പോൾ അവരുടെ പൊളിറ്റിക്കൽ പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കുക സ്വാഭാവികമാണ്. കാരണം തങ്ങളുടെ നയം പറയേണ്ട ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയമായി എതിരാളിയാവുക എന്നുള്ള ഒരു അസ്വാഭാവികത ഒരിടത്തും ഉണ്ടാവാറില്ല. അതങ്ങനെ സാധാരണ സംഭവിക്കാറുള്ള കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും കോടതികളിൽ തങ്ങളുടെ നിലപാടും നയവും വിശദീകരിക്കാൻ, കോടതി അറിയിക്കാൻ ചുമതലപ്പെടുത്തുന്നത് തങ്ങളുടെ രാഷ്ട്രീയം കൂടി അറിയുന്ന പ്രൊഫഷണലായ അഭിഭാഷകരെയായിരിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്കറിയുന്നത് പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാത അതോറിറ്റി NHAIയുടെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് MLA യുവ നേതാവ് ചാണ്ടി ഉമ്മൻ ഇടം പിടിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ വാർത്ത. അത് സ്വാഭാവികമായും നമുക്ക് വിശദീകരിക്കേണ്ട, അല്ലെങ്കിൽ അവർ വിശദീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ചാണ്ടി ഉമ്മനോട് ചോദിച്ചിരുന്നോ? ചാണ്ടി ഉമ്മൻ്റെ അനുമതിയോടുകൂടിയാണോ? ഇനി ചാണ്ടി ഉമ്മൻ തന്നെ അപേക്ഷ കൊടുത്തിട്ടാണോ? ഇക്കാര്യത്തിൽ എന്ത് വിശ്വാസ്യതയാണ് സംഘപരിവാർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മന് BJP നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. പക്ഷേ ആ പ്രഥമമായി ഉത്തരം നൽകേണ്ട ആൾ ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അദ്ദേഹത്തെ നമ്മൾ ഇന്നലെ മുതൽ ബന്ധപ്പെടുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫോണിൽ കിട്ടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള ആളുകളെ വിളിക്കുമ്പോൾ അദ്ദേഹം അങ്കമാലിയിലോ തൃശ്ശൂരിലോ മറ്റോ ഏതോ ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ്. എന്തോ അദ്ദേഹം ഒരു MLA അല്ലേ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ? അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? പുതുപ്പള്ളി MLA അല്ലേ അദ്ദേഹം? അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ആളുകളെ ഫോണിൽ കിട്ടി. അവർ പറയുന്നത് അങ്കമാലിയിലോ തൃശ്ശൂരോ ചികിത്സയുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തേക്ക് അവൈലബിൾ ആവില്ല എന്നറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ വാർത്ത വന്നതിന് ശേഷമാണ് ഈ അൺഅവൈലബിളായ സാഹചര്യം ഉണ്ടായത് എന്നുള്ളതൊക്കെ നമുക്ക് കൂടെ വായിച്ചെടുക്കാം. പക്ഷേ നമ്മൾ അങ്കമാലിയിലും തൃശ്ശൂരിലൊക്കെ, അങ്കമാലിയിൽ പ്രധാനപ്പെട്ട 2 ആശുപത്രികളാണ് പുറത്തു നിന്നൊക്കെ ആളുകൾ ചികിത്സ തേടിയെത്തുക. 2 ആശുപത്രികളിൽ നമ്മൾ അന്വേഷിച്ചു. ചാണ്ടി ഉമ്മൻ എന്നൊരു പേഷ്യൻ്റ് അവിടെ IP-യിലോ OP-യിൽ പോലുമോ വന്നിട്ടില്ല 2 ദിവസങ്ങളായി. ഇനി തൃശ്ശൂർ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അങ്ങനെ ഉണ്ടോ എന്നറിയാം. എങ്കിലും അദ്ദേഹം വിശദീകരിക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ വിശദീകരിക്കാതെ ബോധപൂർവ്വം ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന്റെ വിശദീകരണം വരും മുമ്പ് അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണ്. കോൺഗ്രസ് നേതൃത്വം MLA എവിടെയാണെന്ന് പറയുന്നുണ്ടോ? പുതുപ്പള്ളിയിലെ കോൺഗ്രസ് നേതൃത്വം, കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം. രാവിലെ തിരുവഞ്ചൂർ സംസാരിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് രേഖകൾ സഹിതം. ഇന്നലെയൊക്കെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് പ്രതിനിധിക്ക് ഇതേക്കുറിച്ചൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയി. എന്നിട്ടും സേനാപതി വേണു പറഞ്ഞത് അത് ശരിയായില്ല, താങ്കൾക്കാണ് അത്തരമൊരു ഉദ്യമം അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നത് എങ്കിൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കൾ അത് സ്വീകരിക്കുക. അദ്ദേഹം അഭിഭാഷകനാണ്. അപ്പോൾ സേനാപതി വേണു പറഞ്ഞത് ഞാനത് സ്വീകരിക്കില്ല. പിന്നെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് അങ്ങ് മയപ്പെടുത്താനും ശ്രമിച്ചു. എനിക്ക് ആ പ്രാവീണ്യമില്ലാത്തതുകൊണ്ട്. അപ്പം ചാണ്ടി ഉമ്മൻ്റെ പ്രാവീണ്യം എന്താണ് എന്നൊരു പ്രശ്നം വേറെ കിടപ്പുണ്ട്. ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്. അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ പരസ്യമായി തന്നെ ഇതിൽ പാർട്ടി വിശദീകരിക്കും, അല്ലെങ്കിൽ പാർട്ടി പറയും, പാർട്ടി പരിശോധിക്കണം എന്ന് പറയുന്നു. ചാണ്ടി ഉമ്മനാവട്ടെ മിണ്ടുന്നില്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA എവിടെയാണെന്ന് കണ്ടെത്തേണ്ട ഒരവസ്ഥ കൂടി വന്നു ചേർന്നു എന്നുകൂടി തോന്നുകയാണ് സാലി പറയുന്നത് കേൾക്കുമ്പോൾ. കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി ഉണ്ടോ ഇക്കാര്യങ്ങളിൽ?
ഇല്ല, ചാണ്ടി ഉമ്മൻ അവൈലബിൾ അല്ല, മറുപടിയില്ല. കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചപ്പോൾ ഇന്ന് തിരുവഞ്ചൂരിൻ്റെ പ്രതികരണം കോട്ടയത്ത് നിന്ന് സനോജ് നൽകിയതാണ്. അതിൽ തിരുവഞ്ചൂർ ഒരു കാര്യം ക്ലാരിറ്റിയോടെ പറഞ്ഞു. ഇക്കാര്യം ഇനി എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ട ആൾ ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അതുതന്നെയാണ് നമ്മളും അന്വേഷിക്കുന്നത്, ചാണ്ടി ഉമ്മനെ. പക്ഷേ മാത്രമല്ല, പാർട്ടി പരിശോധിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ ഒരു അസ്വസ്ഥതയും അസ്വാരസ്യവും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ശ്രമിക്കും. നമ്മളടക്കമുള്ള ബ്യൂറോകൾ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം ഉറപ്പായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആളുകൾ വി ഡി സതീശൻ, കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇത് പ്രതികരിച്ചേ പറ്റൂ. പക്ഷേ അത് ഒരു വശം.